ഗൈസ് വെൽക്കം ബാക്ക്. നമ്മളിന്ന് പോകുന്നത് ഇന്നത്തെ എൻ്റെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഒരു നോർമൽ ഒരു വ്ലോഗല്ല. നമ്മളിപ്പോൾ ഉള്ളത് ആകാശേട്ടൻ്റെ വീട്ടിൽ. ഇത് ആകാശേട്ടൻ എണീച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ് ചെറിയൊരു അവസ്ഥ പറ്റി. അതായത് ശരിക്കും നമ്മളിന്ന് പോകേണ്ടത് 6 മണിക്കായിരുന്നു. പുലർച്ചെ 6 മണിക്ക്. പക്ഷെ എന്തുകൊണ്ടോ ഉറക്കതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് നമ്മൾ 11 മണിയുടെ ട്രെയിനിൽ പോകാൻ വേണ്ടി പോകുന്നു. അപ്പൊ പിന്നെ റെഡി ആയിക്കണം, കാണാം. ഓക്കെ 11:85 ട്രെയിൻ. ഇപ്പൊ സമയം ട്രെയിൻ 11:30. നമ്മളിപ്പോൾ പുതിയൊരു ക്ലോക്ക് ഉണ്ട്. അതിൻ്റെ വരും അല്ലെങ്കിൽ കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യണം. നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാ റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ. നമ്മളിനി ടിക്കറ്റ് എടുക്കണം. 11:55 ട്രെയിൻ പറഞ്ഞത്. പക്ഷെ 11:15 ട്രെയിൻ എടുക്കില്ല. സോ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ കോഴിക്കോടേക്ക്. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് നേരെ കോഴിക്കോടേക്ക് ടിക്കറ്റ്. നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 2 ആണെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് കോഴിക്കോട് കയറാം. വിശേഷങ്ങൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോം 2 അല്ല, 3 പ്ലാറ്റ്ഫോമിൽ വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പ്ലീസ് അതല്ല വലിയ കോമഡി. നമ്മളെന്തിനാ പോകുന്നില്ലത് ഇതുവരെ ഒരു വീഡിയോയിലും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇത് നോർമൽ വ്ലോഗല്ല, ഇൻഫോർമേറ്റീവ് വ്ലോഗാണ്. പക്ഷേ സ്റ്റിൽ ഇതുവരെ ആയിട്ട് എന്ത് വ്ലോഗാണെന്ന് പറഞ്ഞില്ല. തുറന്നു പറയായില്ല. ഒന്ന് ഫ്രീ ആയിട്ടാകുമ്പം എന്തിനാ പോകുന്നില്ലത് തുറന്നു പറയും. അപ്പൊ കാണാം ഗൈസ്. ട്രെയിൻ വന്നു. നമ്മളിനി ട്രെയിൻ കയറാൻ പോകുന്നു. നല്ല തിരക്കുണ്ട്. സീനാണ് ഗൈസ്. അപ്പോൾ ട്രെയിൻ കയറി ഗൈസ്. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പൈപ്പിക്കുന്ന സെക്ഷൻ ഒരു പാട്ട് വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുന്നു. കോഴിക്കോട് എത്തി. ട്രെയിൻ ഇറങ്ങി. നല്ല ഇറങ്ങി. ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളെ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കോഴിക്കോട് സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മളവിടെ ഉറുപ്പ് കൊടുത്തു. ബുക്ക് ചെയ്യാൻ സംതിങ് എന്താണെന്ന് തോന്നുന്നു, വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനി നേരെ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് നമുക്ക് പോകേണ്ടത് എരഞ്ഞിപ്പാലത്തേക്കാണ്. നമ്മൾ എരഞ്ഞിപ്പാലത്തേക്ക് എന്തിനാ പോകുന്നതെന്ന് പറയും. ഇതാ ചില്ലറില്ലാത്തതുകൊണ്ട് 10 രൂപ എടുത്ത് അതിൻ്റെ ബാക്കി തന്നെ നമ്മളിപ്പോൾ ക്യൂ നിൽക്കുന്നുണ്ട്. ഗൈസ് നമ്മൾ ഓട്ടോ കയറി പോകുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുന്നു. സോറി ഗൈസ്, അത് നിങ്ങൾ നോക്കണ്ട. അതല്ല, നമുക്ക് അതിൻ്റെ മുകളിലാണ് പോകണ്ടേ. അപ്പം നമ്മൾ എന്തിനു വന്നു? അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ 2 മാസം മുന്നേ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ TRPന് പഠിക്കാൻ വന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് ചെറിയൊരു മൂഞ്ചി. ഈടെയല്ല, തേർഡിലല്ല 2-ല് ഫസ്റ്റില് പോണ്ടേ. ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഇത് 7-ൽ എത്തിയപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ കിടന്ന് പോയി ഇറങ്ങലായിരിക്കും. മൂന്നാമത്തെ എത്തുമ്പോഴത്തേക്ക് വെറുതെ കാണുമോ ഗൈസ്. ഇതല്ല ഗൈസ്, ഇത് 1-ലേക്ക്. അപ്പൊ 1 ഫിക്സ്. അങ്ങനെ അപ്പുറം ലെഫ്റ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. കാരണം ഇതിനെ പറ്റിയിട്ടില്ലേ, ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അല്ലെ. ഏതോ ഒരു ലോക്കൽ ക്ലിനിക്കിൽ പോയി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ന്യൂസിലും വന്നു. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഡൗട്ടെല്ലാം ഞാൻ ക്ലിയർ ചെയ്തുതരാം. എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. പോയി കാണിക്കട്ടെ.
ഗൂഗിൾ മാപ്പ് പറഞ്ഞു ഡെസ്റ്റിനേഷൻ ഗൈസ്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് ലാഡൻ സിറ്റി അല്ലേ? സോറി പിയർ ചെയ്യാൻ പോകുന്നു. എന്നെ കൂട്ടില്ലെന്ന് പറഞ്ഞു. ഓക്കെ ബൈ, കൂട്ടങ്ങ് വരാം ഗൈസ്. നമ്മൾ ഫുഡ് കഴിച്ച് നല്ല നല്ല സീന് മഴ പെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രേ പോകുന്നു. അതിൻ്റെ അപ്പുറേ പോകുന്നുണ്ട്. നമുക്കത് കുറച്ച് പോകാനല്ലോ. ബട്ട് ഫുള്ള് നനഞ്ഞു. എടുത്തിട്ട് 30 മിനിറ്റാ പറഞ്ഞത്. ബ്ലഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് 30 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉണ്ടായത്. ആ ഗ്യാപ്പിൽ മഴയുണ്ട്. അതുവരെ മഴയുണ്ടായി. കൊടയും എടുത്തില്ല. കഷ്ടകാലം തീർന്ന് ഗായി. മഴ നോക്കൂ. നമ്മളെവിടെയാണ് ഫുഡ് കഴിക്കാൻ വരുന്നത്. മഴ പോകുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മഴ ഇപ്പം പോകും തോന്നില്ല. മഴ പെട്ട് ഗൈസ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് നോക്കൂ. നമ്മൾ മഴ കൊണ്ടുപോകാം. നമ്മൾ മഴ കൊണ്ടുപോകാം. നേരെ വിചാരിച്ചൊരു കൊട എടുക്കണം. കൊട എടുത്തില്ല. പെട്ട് ഗൈസ്. നമ്മളെ ബ്ലഡ് കൊടുത്തിട്ട് 20 മിനിറ്റ് വരാൻ പറഞ്ഞ മിക്കവാറും 45 മിനിറ്റ്. രണ്ടാമതും ബ്ലഡ് എടുത്ത് കഴിഞ്ഞാൽ ആദ്യം പറയൂ ചോര നീരായി. സീനാണ് ഗൈസ്. അങ്ങനെ നമ്മളെവിടെ എത്തി. അപ്പം എല്ലാം വഴി സ്ക്രീൻ തിരിക്കാൻ പറ്റില്ല. സ്ക്രീൻ തിരിക്കൂല. സ്ക്രീൻ തിരിക്കൂല. ഇത് നമ്മൾ വീണ്ടും എത്തി. ഇനിയെങ്കിലും ഒന്നിനെ വെക്കണേ. നേരത്തെ പോലെ മുകളിലേക്ക് ഇവിടെ ഫാനൊക്കെ ഉണ്ട്. ഫാൻ ഇറങ്ങി. സ്വിച്ച് ഇട്ടോ പിന്നെ ലൈറ്റ് എത്തുവാ. കൂടെ നടക്കുന്ന ഗൈസ് നോക്കണം. ആരെ നോക്കണ്ടേ? സീനാണ്. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു ബാക്ക് ടു നാട്ടിലേക്ക്. സീനാണ് ഗൈസ്. ഇതാ റെയിൽവേ സ്റ്റേഷൻ. ഇതാ ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ സൈനിങ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ ബൈ. മഴ കടലാത്രി ഒരു കാലം എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല മഴയാണ്. സീന മഴ. അങ്ങനെ നമ്മളിതാ ബാക്ക്ഗ്രൗണ്ടിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ. നമ്മളങ്ങനെ തിരിച്ചെത്തി. വന്നപ്പോൾ വെളിച്ചോ, തിരിച്ചെത്തിയപ്പോൾ കറുപ്പ്. ഇരുട്ട് ഗൈസിതാ. അങ്ങനെ നമ്മൾ മൈഗ്രെയിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. തലവേദനയുണ്ട്. എന്തെങ്കിലും ഫോൺ വഴി ഉണ്ടെങ്കിൽ കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല. ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ഇടുക. മെഡിക്കൽ ഷോപ്പും പരിചയം അടക്കാണ്. മെഡിക്കൽ ഷോപ്പ് പോയിട്ട് വേണം മരുന്ന് മേടിക്കാൻ. ഓക്കെ. ഓ കോമഡി കൈയടിച്ചു. അതായത് ചായ ചെറിയ പൈസ കിട്ടുന്നൊരു സ്ഥലം എല്ലടി 10 രൂപയാണ്. 10 റുപ്പീസ്. അപ്പൊ ചെറിയ പൈസക്ക് അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുന്നു. കണ്ണൂര് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാല് പുതിയ ബസ് സ്റ്റാൻഡിനെക്കാട്ടി അടുത്ത് നമുക്ക് പഴയ ബസ് സ്റ്റാൻഡാണ്. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ മീൻസ് അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് പോകുന്നവരിക്കല്ലേ? അല്ല, അതായത് ഇപ്പൊ പയ്യന്നൂര് ഭാഗത്തേക്കും പിന്നെ കണ്ണൂരിന്ന് മുതൽ പയ്യന്നൂര് വരെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകണമെങ്കിൽ ലോക്കൽ ബസ്സുകളാണ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിർത്തുക. ഈ ഏരിയയിലേക്ക് ബാക്കി ബസ് വരൂല. അപ്പൊ എന്ത് വേണം? നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി റൈറ്റ് സൈഡിലേക്ക് നടക്കാം. പക്ഷെ വരുന്ന സമയം എന്ത് വേണം? നമ്മളെ കണ്ണൂര് പുതിയ ബസ് സ്റ്റാൻഡിലാണ് ലിമിറ്റഡ് സ്റ്റോപ്പിൽ നിർത്താം. അതുകൊണ്ട് തന്നെ ആടുന്ന് അതായത് നമ്മളെ പറശ്ശിനിക്കടവെല്ലാം വിസിറ്റ് ചെയ്യാനും അങ്ങനെ കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് പറശ്ശിനിക്കടവ് ബസ് കിട്ടും. അപ്പൊ നമുക്ക് പറശ്ശിനിക്കടവിലേക്കെല്ലാം വരാൻ വേണ്ടി പറ്റും. അല്ല, ലിമിറ്റഡ് സ്റ്റോപ്പ് കയറിയിട്ട് ധർമ്മശാല ഇറങ്ങും. ധർമ്മശാലയ്ക്ക് പറശ്ശിനിക്കടവുണ്ട്, തിരുച്ചെമ്പരമുണ്ട്, പിന്നെ രാജേശ്വരി ടെമ്പിൾ, സോറി രാജേശ്വരൻ ടെമ്പിൾ ഉണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ടേക്കെല്ലാം വരാം.
അങ്ങനെ കണ്ണൂരിൽ നിന്ന് കാണാം. പറശ്ശിനിക്കടവ് ലൈഫിൽ എപ്പെങ്കിലും മസ്റ്റായിട്ട് 1 ടൈം എങ്കിലും എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷെ ആടുന്ന് കിട്ടുന്ന ഒരു സമാധാനവും ഒരു സന്തോഷവും ഒരു പീസ്ഫുൾ ഉണ്ട്. അത് ആ ഒരു ആംബിയൻസിൽ തന്നെ ആസ്വദിക്കണം. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. മെഡിക്കൽ ഷോപ്പ് പോകണം, മരുന്ന് മേടിക്കണം. അപ്പൊ ചെറിയ മൈഗ്രെയിൻ ഉണ്ട്. മൈഗ്രെയിൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സീനാണ്. 2 സൈഡിലാണ് വേന വരുക എന്ന് മൈഗ്രെയിനിലവർ പറയുന്നത് കേട്ടു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തിനാ പോയെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയും, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയും. കാരണം എക്സ്പീരിയൻസ് എന്ന് പറയും, അതായിരിക്കും ബെറ്റർ. ഇത് ഒരു രീതിയിലല്ല, എങ്ങനെയെല്ലാം ചെയ്യാം, എന്തൊക്കെയാണ് ഇതിന്റെ ഫോർമാലിറ്റീസ് കാര്യങ്ങളെല്ലാം പറയും. കാരണം കുറെ ആൾക്ക് ഇതിനെ പറ്റിയിട്ട് ധാരണക്കുറവുണ്ട്. ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് പിന്നെ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് പേടിയുണ്ട്. കാരണം ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ, തല സേഫ് ആവോ, തല ബാക്കിയാവോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു കേട്ടതിനെക്കാട്ടി നല്ലത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാള് അത് ഷെയർ ചെയ്യുമ്പോൾ. ലൈവ് ചെയ്തിട്ട് എത്ര മാസമായി? ഞാനിപ്പോ 2 മാസം കഴിഞ്ഞ് 3ാമത്തെ മാസത്തിലേക്ക്. 3ാമത്തെ മാസത്തിലേക്ക്. അപ്പൊ ഇത് 2ാമത്തെ PRP അല്ലേ? ഈ 2ാമത്തെ PRP ഞാൻ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ എന്തെങ്കിലും ഹെയർ ട്രാൻസ്പ്ലാന്റിനെ ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയാ, നല്ലൊരു ക്ലിനിക്കിൽ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ 100% സേഫ് ആണ്. മനസ്സിലായില്ലേ? കാരണം നമ്മുടെ ഒരു എന്താ പറയാ പ്രസ്റ്റീജ് എന്ന് പറയുന്നത് ബോയ്സിനെ സംബന്ധിച്ചെടുത്ത് താടി ഇല്ലെങ്കിൽ മുടിയില്ലെങ്കിൽ മനസ്സിലായില്ലേ? പോയി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വല്ലാണ്ട് ഡൗൺ ആവും. അവിടെ ചെയ്യാൻ ആഗ്രഹമില്ലവര് പേഴ്സണലി ചെയ്യാൻ നിൽക്കണ്ട. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ഥലം, അത് ഞാൻ ഇന്ന ഒരു സ്ഥലത്ത് ചെയ്യണമെന്നും പറയും. അത്യാവശ്യം ഞാൻ ഒരുപാട് റെഫറൻസ് നടത്തിയിട്ടാണ് ഞാൻ ഒരു ക്ലിനിക്കിൽ ചെയ്തത്. എനിക്ക് അറിയുന്ന കുറെ ആൾക്കാർ വേറെയും പല ക്ലിനിക്കും ചെയ്തിട്ടുണ്ട്. അവർക്കും മോശമില്ലാത്ത റിസൾട്ട് ഉണ്ട്. നമ്മളൊരു എക്സ്പീരിയൻസ് ആണ് കണ്ണൂരിൽ ആൾക്കാരാണെങ്കിൽ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നതാണെങ്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. കാരണം ഞാൻ നല്ല രീതിയിൽ ഏകദേശം 1 വർഷത്തോളം അല്ലെങ്കിൽ 1.5 വർഷത്തോളം റെഫറൻസ് ചെയ്തിട്ടാണ് ഇങ്ങനെ മനുവെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തതിനെ. അപ്പോൾ എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട്. കാരണം നമുക്ക് ഈ ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും. മനസ്സിലായി, ആടെ വേന വരുന്നു, ഈടെ വേന വരുന്നു, ഇങ്ങനെ ചൊറി വരുന്നു. അപ്പോൾ ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട് ഇത് വഴിയിൽ. അതുകൊണ്ട് ചെറിയ ചെറിയ വേദനകളെല്ലാം സഹിക്കേണ്ടി വരും. കാരണം നമ്മൾ എന്താ പറയുക, നമ്മളൊരു ഡ്രീം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളൊരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്തു. അപ്പോൾ എന്തായാലും ചെറിയ ചെറിയ വേദന ഉണ്ടാവും. ബട്ട് അതൊരിക്കലും പെർമനന്റ് അല്ല, നല്ലൊരു റിസൾട്ടും കിട്ടും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.